Hello everyone. Today we are going to discuss about chapter 8, cognitive development and intellectual or mental development. Same as the previous chapters, we are going to discuss the meaning of cognitive development and characteristics, factors affecting cognitive development and role of the teacher and also intelligence. So let's start our class. അപ്പോൾ നമ്മൾ പ്രീവിയസ് ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ നമ്മൾ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിൻ്റെ മീനിങ് എന്താണെന്ന് പറയുന്നുണ്ട്, മീനിങ് ആൻഡ് ഡെഫിനിഷൻ, അതുപോലെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് റോൾ ഓഫ് ദ ടീച്ചർ. അതിൽ എക്സ്ക്ലൂഡഡ് ആയിട്ടുള്ളത് ഇൻ്റലിജൻസ് ആണ്. ഓക്കെ, നമ്മളിവിടെ വൈജ്ഞാനികപരമായിട്ടുള്ള ഡെവലപ്മെൻ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ. സോ അതിൽ കൂടുതലായിട്ടൊരു പോയിൻ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻ്റലിജൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നതെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അല്ലേ. ഫസ്റ്റ് ഓഫ് ഓൾ മെൻ്റൽ ഡെവലപ്മെൻറ്റിൻ്റെ മീനിങ് എന്താണെന്ന് നമുക്ക് നോക്കാം അല്ലേ. മെൻ്റൽ ഡെവലപ്മെൻറ്റ് ഈസ് ദ കൺസ്ട്രക്ഷൻ ഓഫ് തോട്ട് പ്രോസസ് including remembering, problem solving and decision making from childhood through adolescence to adulthood. എന്താണ് പറയുന്നത്? മെൻ്റൽ ഡെവലപ്മെൻറ്റ് ഇസ് ദ കൺസ്ട്രക്ഷൻ ഓഫ് തോട്ട് പ്രോസസ്സ്. എന്താണ്? ചിന്താശക്തി അല്ലെങ്കിൽ ചിന്താശേഷിയുടെ ചിന്താശക്തിയുടെ ഒരു കൺസ്ട്രക്ഷനാണ് എന്ത് മെൻ്റൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ചിന്തിക്കാനുള്ള കപ്പാസിറ്റി, ദാറ്റ് ഇസ് മെൻ്റൽ ഡെവലപ്മെൻറ്റ്. ഓക്കെ, ഇൻക്ലൂഡിങ് റിമെമ്പറിങ്, പ്രോബ്ലം സോൾവിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. എന്തൊക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്? ചിന്തിക്കാനുള്ള കഴിവ് അല്ലേ, അതുപോലെ റിമെമ്പറിങ്, ഓർത്ത് വെക്കാനുള്ള അല്ലെങ്കിൽ ഓർമ്മിച്ചെടുക്കാനുള്ള കഴിവ്, അതുപോലെ പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റി, പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കപ്പാസിറ്റി, അതുപോലെ ഡിസിഷൻ മേക്കിംഗ്, ഡിസിഷൻസ് എടുക്കാനുള്ള കപ്പാസിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് പറയാം? അതിനെ മെൻ്റൽ ഡെവലപ്മെൻറ്റ് എന്ന് വിളിക്കാം അല്ലേ. ഫ്രം ചൈൽഡ്ഹുഡ് ത്രൂ അഡോളസൻസ് ടു അഡൾട്ട്ഹുഡ്. അത് എവിടെ നിന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് മെൻ്റൽ ഡെവലപ്മെൻറ്റ്? ചൈൽഡ്ഹുഡിൽ നിന്നും തുടങ്ങിയിട്ട് അഡോളസൻസിലൂടെ കടന്നു പോകുന്നുണ്ട്. അഡൾട്ട്ഹുഡിലും എന്തുണ്ട്? മെൻ്റൽ ഡെവലപ്മെൻറ്റ്സ് നടക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് മെൻ്റൽ ഡെവലപ്മെൻറ്റ്. ഓക്കെ, അടുത്തത് ഡെഫിനിഷൻ ഓഫ് ജെയിംസ് ഡ്രൈവർ ആണ്. ജെയിംസ് ഡ്രൈവറുടെ ഡെഫിനിഷനാണ് മെൻ്റൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ദെൻ എന്താണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ മെൻ്റൽ ഡെവലപ്മെൻറ്റ്? പ്രോഗ്രസീവ് അപ്പിയറൻസ് ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് മെൻ്റൽ എബിലിറ്റീസ് ആൻഡ് ഫങ്ഷൻസ് ഇൻ കോഴ്സ് ഓഫ് ദ ഇൻഡിവിജ്വൽ പാസേജ് ഫ്രം ബർത്ത് ടു മെച്യൂരിറ്റി ഈസ് കോൾഡ് മെൻ്റൽ ഡെവലപ്മെൻറ്റ്. എന്താണ് ജെയിംസ് ഡ്രൈവർ പറയുന്നത്? പ്രോഗ്രസീവായിട്ടുള്ള ഓർഗനൈസേഷൻ അല്ലേ കാണപ്പെടുക. എന്താണ്? മെൻ്റൽ എബിലിറ്റീസിനും ഫങ്ഷൻസും നടക്കുന്ന സമയത്ത് എന്ത് കാണപ്പെടുക? പ്രോഗ്രഷൻ കാണപ്പെടുക. അതായത് നമുക്ക് ചിന്തിക്കാനും അതുപോലെ ഓർഗനൈസ് ചെയ്യാനുമുള്ള മാനസികപരമായിട്ടുള്ള കപ്പാസിറ്റിയെ എന്താണ് പറയുന്നത്? കപ്പാസിറ്റി കാണപ്പെടുന്നതിനെയാണ് എന്ത് പറയുന്നത്? മെൻ്റൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ജെയിംസ് ഡ്രൈവറുടെ അഭിപ്രായത്തിൽ നമ്മുടെ മാനസികപരമായിട്ട് അതല്ലെങ്കിൽ മെൻ്റൽ എബിലിറ്റീസ് ഫങ്ഷൻ ചെയ്യുക അല്ലേ, മാനസികപരമായിട്ട് അല്ലെങ്കിൽ വൈജ്ഞാനികപരമായിട്ടുള്ള കാര്യങ്ങൾ കപ്പാസിറ്റീസ് മനുഷ്യരിൽ കാണപ്പെടുക. ഓക്കെ, അത് ഓർഗനൈസ് ചെയ്തിട്ട് മനുഷ്യന്മാർക്ക് കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ടാവുക ഓരോ ഇൻഡിവിജ്വലിനും. എപ്പോൾ മുതൽ ബർത്ത് ടു മെച്യൂരിറ്റി അല്ലേ, ജനിച്ചത് മുതൽ മെച്യൂരിറ്റി എത്തുന്നത് വരെ എന്തുണ്ടാവുക? അവർ മാനസികപരമായിട്ട് അല്ലെങ്കിൽ വൈജ്ഞാനികപരമായിട്ടുള്ള ഡെവലപ്മെൻറ്റ് കാണിക്കുക. അവർ പ്രോഗ്രസീവായിട്ടുള്ള ഡെവലപ്മെൻറ്റ്, അതായത് നമ്മൾ ഓരോ ഏജിലും അതിൻ്റേതായ മെച്യൂരിറ്റി കാണിക്കുക. ഓക്കെ, അതായത് ജനിച്ചപ്പോൾ മുതൽ ഓരോ സ്റ്റേജ് കടന്നു പോകുമ്പോഴും എന്തുണ്ടാവുക? അവർക്ക് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാവുക, മാനസിക വളർച്ചയിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാവുക. അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഡെവലപ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തതായിട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെൻ്റൽ ഡെവലപ്മെൻറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലേ. മെൻ്റൽ ഡെവലപ്മെൻറ്റിൻ്റെ സ്വഭാവങ്ങൾ, ഏതൊക്കെ രീതിയിലാണ് മെൻ്റൽ ഡെവലപ്മെൻറ്റ്സ് കാണപ്പെടുന്നത് എന്ന് അല്ലേ. എന്തൊക്കെയാണ്? മെൻ്റൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രസസ് വിത്ത് ഏജ് ഓഫ് ദ ചിൽഡ്രൻ. എന്താണ്? മെൻ്റൽ ഡെവലപ്മെൻറ്റിൻ്റെ പ്രോഗ്രസ് എങ്ങനെയാണ് കാണപ്പെടുന്നത്? ഏജ് കൂടുന്തോറും എന്ത് കാണപ്പെടണം? പ്രോഗ്രസ് അല്ലേ. മെൻ്റൽ ഡെവലപ്മെൻറ്റിൽ പ്രോഗ്രസ് അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് കാണപ്പെടണം. ഓക്കെ, ദെൻ ഇറ്റ് ബിഗിൻസ് റൈറ്റ് ഫ്രം ബർത്ത്. എന്താണ്? മെൻ്റൽ ഡെവലപ്മെൻറ്റ് എവിടെ മുതലാണ് തുടങ്ങുന്നത്? ജനനം മുതൽ അല്ലേ. ഒരു കുട്ടിയുടെ ബർത്ത് മുതൽ എന്ത് കാണപ്പെടും? മെൻ്റൽ ഡെവലപ്മെൻറ്റ് കാണപ്പെടും. ജനിച്ചത് മുതൽ ഓരോ ഡേയ്സ് പോകുന്തോറും കുട്ടികൾക്ക് മെൻ്റൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവും. ഓക്കെ, ഇറ്റ് ഇൻവോൾവ് സിസ്റ്റമാറ്റൈസേഷൻ. ഒരു സിസ്റ്റമാറ്റിക് വേയിലൂടെയാണ് എന്ത് പോകുന്നത്? മെൻ്റൽ ഡെവലപ്മെൻറ്റ് കടന്നു പോകുന്നത് അല്ലേ. ദാറ്റ് മീൻസ് എന്താണ്? ഓരോ ദിവസവും ഇമ്പ്രൂവ്മെൻറ്റ്സ് കാണും മാനസിക വളർച്ചയിൽ അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റങ്ങളിലൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് കാണപ്പെടും. ഓക്കെ, ഇറ്റ് ഈസ് ഡെവലപ്മെൻറ്റ് ഓഫ് ന്യൂ ഐഡിയാസ് ആൻഡ്
തോട്ട്സ്. അത് എന്തിൻ്റെ രൂപത്തിലാണ് കാണപ്പെടുന്നത്? ഡെവലപ്മെൻറ്റ് ഓഫ് ന്യൂ ഐഡിയാസ് ആൻഡ് തോട്ട്സ്. പുതിയ പുതിയ ഐഡിയാസ് അതുപോലെ തോട്ട്സ്, ചിന്തകളിലൂടെയൊക്കെയാണ് എന്ത് കാണപ്പെടുന്നത്? മെൻ്റൽ ഡെവലപ്മെൻറ്റ് കാണപ്പെടുന്നത്. ദെൻ ഇറ്റ് ഈസ് എബിലിറ്റി ടു പ്ലാൻ. എന്താണ് മെൻ്റൽ ഡെവലപ്മെൻറ്റ് ഉണ്ടെങ്കിൽ എന്തുണ്ട്? പ്ലാൻ ചെയ്യാൻ, മുന്നേ കുട്ടി പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി, ഒരു എബിലിറ്റി ഉണ്ടാവും കുട്ടികൾക്ക്. ഓക്കെ, അത് അങ്ങനെ ചെയ്യുന്ന കുട്ടികളിൽ എന്തുണ്ട്? ഡെവലപ്മെൻറ്റ് ഓഫ് മെൻ്റൽ ഡെവലപ്മെൻറ്റ് കാണപ്പെടും. ഓക്കെ, ദെൻ നോളജ് അബൌട്ട് ടൈം. മെൻ്റൽ ഡെവലപ്മെൻറ്റ് ഉണ്ടെന്ന് എന്തിലൂടെയാണ്? അവർക്ക് ടൈമിനെ കുറിച്ചിട്ടുള്ള ഒരു നോളജ് ഉണ്ടാവും അല്ലേ? ടൈമിനെ കുറിച്ചുള്ള നോളജ് ഉണ്ടാകുമ്പോഴാണ് അവർക്ക് പ്രീ പ്ലാനിങ് ഒക്കെ പ്ലാൻ ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഒക്കെ ഉണ്ടാവുന്നത്. സോ ഇതൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെൻ്റൽ ഡെവലപ്മെൻറ്റ്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് മെൻ്റൽ ഡെവലപ്മെൻറ്റ്. മെൻ്റൽ ഡെവലപ്മെൻറ്റിനെ ബാധിക്കുന്ന ഘടകങ്ങളാണ് അല്ലേ? അഫക്റ്റ് ചെയ്യുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഹെറിഡിറ്റി അല്ലേ? ഹെറിഡിറ്റി മീൻസ് പാരമ്പര്യമായിട്ട് എന്താണ് മെൻ്റലി ഭയങ്കര ഫാസ്റ്റ് ഡെവലപ്മെൻറ്റ് നടക്കുന്ന ഒരു ഫാമിലിയിൽ നിന്നാണെങ്കിൽ കുട്ടികൾക്കും ആ ഒരു എബിലിറ്റി ഉണ്ടാവും. അതല്ല സ്ലോ പ്രോസസ്സാണ്, പാരമ്പര്യമായിട്ടേ എന്തില്ല മാനസിക വളർച്ച വളരെ കുറവാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കും അത് സ്ലോ ആയിട്ട് കാണപ്പെടാൻ സാധ്യതയുണ്ട് അല്ലേ? ദെൻ മെച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മെച്യൂരിറ്റി അല്ലേ? മെച്യൂരിറ്റി കാണപ്പെടുന്നത് എന്തിൻ്റെ ഒരു ഘടകമാണ്? മെൻ്റൽ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഘടകമാണ്. എന്താണ്? മെച്യൂരിറ്റി കാണപ്പെടുന്നില്ലെങ്കിൽ എന്താണ്? മെൻ്റൽ ഡെവലപ്മെൻറ്റ് സ്ലോ ആയിട്ടാണ് നടക്കുന്നത് അല്ലേ? ദെൻ സെൻസ് ഓർഗൻസ് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തില്ല? അവിടെ മെൻ്റൽ ഡെവലപ്മെൻറ്റ് നടക്കുന്നില്ല. അപ്പം സെൻസ് ഓർഗൻസിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഒരു വർക്കിംഗ് കണ്ടീഷൻ ഇല്ലെങ്കിൽ എന്തില്ല? അവർക്ക് ചിലപ്പോൾ കണ്ണ് കാണാൻ പറ്റില്ല, ചെവി കേൾക്കാൻ സാധിക്കുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ എന്തില്ല? അവർക്ക് മെൻ്റൽ ഡെവലപ്മെൻറ്റ് പ്രോപ്പറായിട്ട് നടക്കില്ല. അടുത്തതായിട്ട് ഇൻ്റലിജൻസ് അല്ലേ? ഇൻ്റലിജൻസ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. എങ്ങനെയാണ്? ബുദ്ധി വളർച്ച അല്ലേ? ബുദ്ധി ഉണ്ടെങ്കിലാണ് നമുക്ക് എന്ത് നടക്കുന്നത്? തോട്ട് പ്രോസസ്സ് നടക്കുന്നത്. തോട്ട് പ്രോസസ്സാണ് മെൻ്റൽ ഡെവലപ്മെൻറ്റ് അല്ലേ? സോ ബുദ്ധി കുറവാണ്, അതല്ലെങ്കിൽ ബുദ്ധി താരതമ്യേന കുറവുള്ള ആൾക്കാർക്ക് മെൻ്റൽ ഡെവലപ്മെൻറ്റ് സ്ലോ ആയിട്ടാണ് നടക്കുന്നത്. നല്ല ഇൻ്റലിജൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ കുട്ടികളാണെങ്കിൽ അവർക്ക് മെൻ്റൽ ഡെവലപ്മെൻറ്റ് ഫാസ്റ്റായിട്ട് നടക്കും. ദെൻ സോഷ്യോ ഇക്കണോമിക് സ്റ്റാറ്റസ് അല്ലേ? സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള സ്റ്റാറ്റസ് എന്തിനെ ബാധിക്കും? മെൻ്റൽ ഡെവലപ്മെൻറ്റിനെ ബാധിക്കും അല്ലേ? സാമൂഹികപരമായിട്ടും സാമ്പത്തികപരമായിട്ടും നല്ല അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന കുട്ടിയാണെങ്കിൽ എന്താണ്? ആ കുട്ടിക്ക് നല്ല ചിന്തകളും തോട്ട് പ്രോസസ്സൊക്കെ സംഭവിക്കും. അതിലൂടെ അവർക്ക് മെൻ്റൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവും. ദ സെയിം ലേണിംഗ് അല്ലേ? ലേൺ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ എന്താണ്? മെൻ്റൽ ഡെവലപ്മെൻറ്റ് അല്ലേ? ആ ഒരു പ്രോസസ്സ് പെട്ടെന്ന് നടക്കും അല്ലേ? കുട്ടികൾക്ക് പഠിക്കാനും റിമെമ്പറിങ്ങും ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? റിമെമ്പറിങ്ങിനുള്ള കപ്പാസിറ്റിയൊക്കെ ഉണ്ടെങ്കിൽ എന്താണ്? ലേണിംഗ് ഈസി ആവും. സോ ലേണിംഗ് ഈസി ആയവർക്ക് എന്തുണ്ട്? മെൻ്റൽ ഡെവലപ്മെൻറ്റ് ഫാസ്റ്റായിട്ട് നടക്കും. അടുത്തതായിട്ട് ഫാമിലി ആൻഡ് സൊസൈറ്റി അല്ലേ? ഫാമിലിയിൽ നിന്നും സൊസൈറ്റിയിൽ നിന്നും നല്ലൊരു അന്തരീക്ഷമാണെങ്കിലും കുട്ടികൾക്ക് മെൻ്റൽ ഡെവലപ്മെൻറ്റ് ഫാസ്റ്റായിട്ട് നടക്കും. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റോൾ ഓഫ് ദ ടീച്ചറാണ് അല്ലേ? കുട്ടികളുടെ മെൻ്റൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുന്നതിൽ ടീച്ചേഴ്സിൻ്റെ റോൾ എന്താണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലേ? റോൾ ഓഫ് ദ ടീച്ചർ ഷുഡ് കീപ് ഇൻ എ വ്യൂ ദാറ്റ് ദർ ആർ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എമംഗ് സ്റ്റുഡൻസ്. എന്താണ്? ടീച്ചർ നിർബന്ധമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്താണ്? ഓരോ ഇൻഡിവിജ്വലും ഡിഫറെൻ്റ് ആണ് അല്ലേ? ഇൻഡിവിജ്വൽ ഡിഫറൻസസ് കുട്ടികളിലുണ്ട് എന്നുള്ള കാര്യം ടീച്ചേഴ്സ് നിർബന്ധമായിട്ടും മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമാണ്. സോ അതിനനുസരിച്ചിട്ട് വേണം എന്തിനെ കുട്ടികളെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ? സോ പല കുട്ടികൾക്കും പല തോട്ട് പ്രോസസ്സ് ആയിരിക്കും. ഇൻ്റലിജൻസ് അല്ലെങ്കിൽ IQൻ്റെ വാല്യൂ വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. സോ അത് മനസ്സിലാക്കിയിട്ട് വേണം ടീച്ചേഴ്സ് പെരുമാറാൻ വേണ്ടിയിട്ട്. ദെൻ മോഡേൺ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ഷുഡ് ബി യൂസ്ഡ് ടു ടീച്ച്. എന്താണ്? പുതിയ അപ്ഡേഷൻസിലേക്ക് ടീച്ചേഴ്സ് എത്തണം അല്ലേ? മോഡേൺ മെത്തേഡ്സ് എന്ത് ചെയ്യണം? ടീച്ചേഴ്സ് അവലംബിക്കണം. അതിലൂടെ വേണം പുതിയ ടീച്ചിങ് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് വേണം കുട്ടികളിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ. ഓക്കെ, ദെൻ ഷുഡ് ട്രൈ ടു ഇമ്പാർട്ട് ഹിം നെസസറി ഗൈഡൻസ് ആസ് ആൻഡ് വെൻ റിക്വയർഡ്. എന്താണ്? ടീച്ചേഴ്സ് നിർബന്ധമായിട്ടും അവർക്ക് എപ്പോഴാണോ ഗൈഡൻസ് ആവശ്യം അല്ലേ? വെറുതെ പിന്നാലെ നടന്നിട്ട് അവരെ ഗൈഡ് ചെയ്ത് ബുദ്ധിമുട്ടിക്കാതെ അവർക്ക് എപ്പോഴാണോ ഗൈഡൻസ് ആവശ്യം, നെസസറി ഗൈഡൻസ്, അത്യാവശ്യമുള്ള ഘട്ടങ്ങളിൽ അവർക്ക് ആവശ്യമായ ഗൈഡൻസ് അവർക്ക് എത്തിക്കുക എന്നുള്ളതാണ് ടീച്ചേഴ്സിൻ്റെ അടുത്തൊരു റോള്. ദെൻ അണ്ടർപിന്നിങ് ദ ലേണേഴ്സ് നോളജ് ബൈ ലിങ്കിങ് ടു റിയൽ ലൈഫ് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ എക്സ്പീരിയൻസസ്. എന്താണ്? ടീച്ചേഴ്സ് അവരുടെ നോളജിനെ റിയൽ ലൈഫ് എക്സ്പീരിയൻസുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കണം. സപ്പോസ് നമ്മളൊരു ടോപ്പിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, കുട്ടിക്കൊരു പുതിയ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അതിന് റിയൽ ലൈഫുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടെങ്കിൽ അതുമായിട്ട് കണക്റ്റ് ചെയ്തിട്ട് ലിങ്ക് ചെയ്തിട്ട് വേണം കുട്ടികളെ പഠിപ്പിക്കാൻ എന്നാണ്
പറയുന്നത്. ഓക്കെ, ദെൻ കൺഫേമിങ് ലേണേഴ്സ് എക്സിസ്റ്റിംഗ് നോളജ്. എന്താണ്, കുട്ടികൾക്ക് ഇപ്പോൾ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ എന്തെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ. സോ പ്രീവിയസ് ക്ലാസ്സിൽ നിർബന്ധമായിട്ടും നമ്മളൊരു ടോപ്പിക്ക് പഠിപ്പിച്ചിട്ടുണ്ടാവണം. ദെൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പുതിയൊരു ടോപ്പിക്കാണ് പഠിപ്പിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രീവിയസ് ക്ലാസ്സിൽ കുട്ടി പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, കുട്ടികൾക്ക് കൺഫേം ആയിട്ടുണ്ടോ അല്ലെങ്കിൽ കുട്ടികളിൽ അത് കറക്റ്റായിട്ട് എത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ടീച്ചേഴ്സ് കൺഫേം ചെയ്യണം. കുട്ടികളത് പഠിച്ചിട്ടുണ്ടോ, ആ ഒരു അവയർനെസ് കുട്ടികളിലേക്ക് പ്രോപ്പറായിട്ട് എത്തിയിട്ടുണ്ടോ എന്ന് ടീച്ചർ ചെക്ക് ചെയ്യണം, അത് ഉറപ്പ് വരുത്തണം. ദെൻ ചാലഞ്ചിങ് എക്സിസ്റ്റിംഗ് നോളജ്. എന്താണ്, എക്സിസ്റ്റിംഗ് നോളജിനെ ചാലഞ്ച് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുക, അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അവരുടെ പുതിയ അറിവിലേക്ക് പുതിയ പുതിയ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുക. ദെൻ യൂസിങ് ഓപ്പൺ ക്വസ്റ്റ്യൻസ് ടു എൻകറേജ് തോട്ട് പ്രോസസ്സ്. എന്താണ്, ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് നടത്തുക അല്ലേ. അപ്പോൾ മുകളിൽ പറഞ്ഞിട്ടുള്ള സെയിം കാര്യം തന്നെയാണ്. കുട്ടികൾക്ക് എന്ത് ചെയ്യുക, നമ്മൾ പ്രീവിയസ് നോളജ് എന്താണെന്ന് ചെക്ക് ചെയ്യുക, അതിനെ ചാലഞ്ച് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുക, അവരിൽ നിന്ന് തന്നെ ആൻസർ കൊണ്ടുവരുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവർക്ക് അത് കൂടുതൽ അതിനെക്കുറിച്ച് അറിവുകൾ ഉണ്ടാക്കുന്ന രീതിയിൽ, അതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുക, അവരിൽ നിന്നും എന്ത് ചെയ്യുക, പുതിയ പുതിയ അറിവുകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ, നമ്മൾ ടോപ്പിക്കുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് നടത്തുക, എന്നിട്ട് അവരെ അതിൽ നിന്നും അത് കൂടുതൽ എലിജിബിൾ ആക്കുക എന്നുള്ളതാണ് ടീച്ചേഴ്സിൻ്റെ ഒരു റോള്. ഇത്രയാണ് മെൻ്റൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിൽ ടീച്ചേഴ്സിൻ്റെ റോള്. കുട്ടികൾക്ക് കോഗ്നിറ്റീവ് അല്ലെങ്കിൽ മെൻ്റൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കുന്നതിൽ ടീച്ചേഴ്സ് ഇത്രയും റോളുകൾ വഹിക്കുന്നുണ്ട്. ക്ലിയർ? സോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട് വീഡിയോ ക്ലാസ് 8th ചാപ്റ്ററിൻ്റെ. ഓക്കെ, അപ്പോൾ എല്ലാവരും നിർബന്ധമായിട്ടും വീഡിയോ ക്ലാസ്സസ് വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ക്ലാസ്സസ്. ഹാവ് എ നൈസ് ഡേ.